പെറ്റ് ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീൻ്റെ പ്രൊഡക്ഷൻ വെഞ്ചറിലെ ആദ്യത്തെ സിനിമയാണ്. പിന്നെ അതുകൂടാതെ ഡയറക്ടർ പ്രണീഷ് വിജയനാണ്. റൈറ്റിങ്ങും പുള്ളിയും പിന്നെ ജയവിഷ്ണു എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമയ്ക്ക് കയറാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ടീം തന്നെ ധാരാളമായിരുന്നു. കാരണം സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, നമുക്കറിയാം പ്രേമം പിന്നെ ഭീഷ്മ ഒക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. പിന്നെ എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായിക്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ ഡയറക്ടറും എഡിറ്ററും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ രാജേഷ് മുരുകേശൻ, പ്രേമം, നേരം. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു അൽഫോൺസ് പുത്രൻ സിനിമകളിലുണ്ടായിരുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് മുഖങ്ങളും ആ സിനിമയുടെ പിന്നണിയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആളുകളും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ളത്, മുന്നണിയിലും പിന്നണിയിലും വർക്ക് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ കാസ്റ്റിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോമോൻ ജ്യോതിർ, പിന്നെ നിശാന്ത് സാഗർ വന്നിട്ടുണ്ട്, ഭഗത്ത് വന്നിട്ടുണ്ട്, പിന്നെ വിനായകൻ, ശ്യാമോഹൻ നമ്മുടെ പ്രേമലുവിലൊക്കെ ഉണ്ടായിരുന്നത്, പിന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള കുറച്ച് മുഖങ്ങൾ ഒക്കെ ഈ സിനിമേൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സിനിമ തുടങ്ങുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്ഷൻ്റെ, അതായത് ഷറഫുദ്ദീൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ആനിമേഷൻ, ആ ഒരു ലോഗോ ആനിമേഷൻ വന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നേരം, പ്രേമം, ആ റെഫറൻസുകളൊക്കെ വെച്ചിട്ട് ആലുവ പാലം ഒക്കെ വെച്ചിട്ട് അവർ ആ ചെയ്ത സാധനം നല്ല രസമുള്ളൊരു സാധനമായിരുന്നു. സിനിമ ബേസിക്കലി കോമഡി ആക്ഷൻ ജോൺറയിലാണ് വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നി CID മൂസ വൈബിലൊക്കെ ആ ഒരു അതിൻ്റെ ഒരു എസൻസൊക്കെ കുറച്ച് എവിടെ നിന്നൊക്കെയോ എടുത്ത് ആ ഒരു മൂഡൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് നല്ല രസമായിട്ട് ഫീൽ ചെയ്തു. കാരണം സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു നല്ലൊരു ഹൈ മൊമെൻറ്റിൽ വെച്ചിട്ടാണ് നല്ലൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടാണ് അവർ പടം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2 മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പം നല്ല ഫാസ്റ്റായിട്ടാണ് സിനിമ പോകുന്നത്. അതിനനുസരിച്ചുള്ള കട്ട്സുകളും എല്ലാം നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ട് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റി. നല്ല കോമഡി, നല്ല ഫൺ മൊമെൻറ്റ്സ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഷറഫുദ്ദീൻ, പിന്നെ വിനയ് ഫോർട്ട്, ഇവരുടെയൊക്കെ ഒരു ടൈലർ മെയ്ഡ് പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. അവർക്ക് അറിയാം അവരുടെ സ്ട്രോങ് ഏരിയാസ് എന്താണെന്നുള്ളത്. അവരിപ്പം കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ട്രൈ ചെയ്തിരുന്നു, അത് പക്ഷേ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് അവരെന്തായാലും അവരുടെ പരിപാടി കറക്റ്റ് മനസ്സിലാക്കി അവരുടെ സ്ട്രോങ് ഏരിയാസ് കറക്റ്റ് പിക്ക് ചെയ്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെ, എസ്പെഷ്യലി വിനയ് ഫോർട്ടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ കേസായി കഴിഞ്ഞാലും വിനയ് ഫോർട്ടിൻ്റെ കേസായി കഴിഞ്ഞാലും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനെ ശരിക്കും നമ്മൾ പ്രേമത്തിൽ നിന്നാണ് നന്നായിട്ട് നമ്മൾ അവരുടെ പരിപാടികളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചതൊക്കെ അവർ ആ സിനിമയിലകത്താണ്. അപ്പോൾ ഇതിലേക്ക് വന്ന സമയത്തായാലും ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു സൈഡ്, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന അവരുടെ ഒരു സ്ട്രോങ് ഏരിയ അതവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ അകത്ത് നിന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകളും എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം അനുപമ പരമേശ്വരൻ നായികയായിട്ട് വന്ന് പുള്ളിക്കാരി നമ്മൾ മലയാളത്തിൽ ഇങ്ങനൊരു സൈഡ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചൊരു ഹ്യൂമർ പരിപാടികളൊക്കെ ചെയ്തിട്ട് എന്തായാലും അത് നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ വന്നത് പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ വിജയരാഘവൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മുടെ വെറ്ററൻ പുള്ളിയൊക്കെ എന്ത് രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ പുള്ളി എടുത്ത് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കർ, നമ്മളിപ്പോൾ പരമസുന്ദരിയൊക്കെ വന്ന് പുള്ളി ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് മൂപ്പർ ആ ഒരു ഹ്യൂമർ, വീണ്ടും പറയുന്നത് പോലെ തന്നെ ഹ്യൂമർ നന്നായിട്ട് മൂപ്പർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി വിനായകനെ നമുക്കറിയാം, വിനായകൻ ആ ഒരു പുള്ളിക്ക് കോമഡി എത്രത്തോളം വഴങ്ങും എന്നുള്ളത് നമുക്കറിയാം, പുള്ളിയും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജോമോനെ നമ്മൾ പറയേണ്ട കാര്യമില്ല, പുള്ളിയുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ തന്നെയാണ് ഹ്യൂമർ. മൊത്തത്തിൽ ആ ഒരു കോമഡി പരിപാടി സിനിമയുടെ അകത്ത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ ടീംസ് സിനിമ കാണാൻ പ്രേരിപ്പിച്ച സത്യം പറഞ്ഞാൽ അവരാണ്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക്. കാരണം ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ഒന്നും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആനന്ദ് സി ചന്ദ്രൻ, നമുക്കറിയാം പുള്ളിയുടെ ആ ഒരു ക്യാമറ പരിപാടി, ആ ഗ്രേഡിങ്, കളർ ഗ്രേഡിങ്, ടോണ്, പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള ഫ്രെയിമിങ്, എല്ലാവർക്കും ഇൻട്രോ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ് നമുക്കറിയാം ഈ സിനിമേനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ നമുക്ക് മനസ്സിലാവും. കാരണം 2 മണിക്കൂറിനുള്ളിലേക്ക് സിനിമ കട്ട് ചെയ്ത് ഒതുക്കി നമ്മൾ അത്രയും എൻഗേജിങ് ആയിട്ട് ഈ സിനിമ കാണാൻ ഇരുത്തുക എന്ന് പറയുന്നത് നല്ല പണി തന്നെയാണ്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഭയങ്കര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ആവശ്യമായ അളവിൽ, കറക്റ്റ് അളവിൽ പുള്ളി അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, ഒക്കെ മറന്ന് കുറച്ച് നേരം ചിരിച്ച് ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി ദീപാവലിക്ക് കാണുക. ഇനിയിപ്പോൾ നാളെ തമിഴിൽ നിന്ന് ഡൂഡ് റിലീസുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ
നാളെ അതും കൂടെ കണ്ടിട്ട് ദീപാവലി ആഘോഷിക്കുക എല്ലാവരും. ഓക്കെ, ബായ്.